കോഴിക്കോട് മായനാട് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി യുവാവ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. അതേസമയം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഫലവും ഉടൻ ലഭിക്കും. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ാണ് ചേവായൂർ പോലീസ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ കൊലപാതകം നടന്ന ആദ്യ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് 10ഓളം പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും റിമാൻഡിൽ കഴിയുകയാണ്. ഈ 10ൽ ഒരാൾ പ്രായപൂർത്തിയാവാത്ത ആളാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയായിരുന്നു ഇയാളെ ഹാജരാക്കിയിട്ടുള്ളത്. 10 പേരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആൾക്കൂട്ട കൊലപാതകമായതിനാൽ തന്നെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ ചുരുളഴിയൂ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ 8 പ്രതികളെ കണ്ടെത്താനുണ്ട്. അതായത് 18 പ്രതികളാണ് 18 പ്രതികൾക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഒരു സംശയവും പോലീസിനുണ്ട്. ഈ 18 പേർ ചേർന്നാണ് കൊലപാതകവും ആസൂത്രണവും നടത്തിയത് എന്ന നിഗമനത്തിലാണുള്ളത്. എങ്കിലും ഈ 10 പേരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സംബന്ധിച്ച തീരുമാനമുണ്ടാവും. അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 8 പ്രതികൾക്കായിട്ടുള്ള തിരച്ചിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി ഉണ്ടാവുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. ഈ പറഞ്ഞ സൂരജാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സൂരജിന്റെ സുഹൃത്ത് പഠിക്കുന്ന കോളേജിൽ കാർ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ പിടിയിലായിട്ടുള്ള മനോജിന്റെ 2 മക്കൾ അജയ്, വിജയ് എന്നിവരുമായി ഉണ്ടായിരുന്ന തർക്കത്തിൽ സൂരജ് ഇടപെട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. കാരണം പിന്നീട് ഈ പ്രദേശത്തൊരു ഉത്സവം നടക്കുന്ന സമയത്ത് സൂരജിനെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. സൂരജിന്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിൽ ചവിട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടൊക്കെയാണ് മരിച്ചത്. മുറിവുകളും മരണകാരണമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് കേരളത്തിലും നമ്മുടെ കോഴിക്കോടും നടന്നിട്ടുള്ളത്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും 10 പേർ മാത്രമാണ് പിടികൂടാനായിട്ടുള്ളത്. 8 പേരെ ഇനിയും പിടികൂടാൻ ഉണ്ട്. ഈ 8 പേർക്കായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോഴും മറ്റുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ദേവിക. ശരി ഗോകുൽ.